കണ്ണൂർ പാപ്പിനിശ്ശേരിയിലാണ് 4 മാസം പ്രായമായ കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. കുട്ടിയെ കൊലപ്പെടുത്തിയത് ബന്ധുവായ 12 വയസ്സുകാരി. പെൺകുട്ടി പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഫെലിക്സ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫെലിക്സ്, 12 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഇതിനുള്ളൊരു കാരണം എന്താണ്? ഈ 12 വയസ്സുകാരിയും ഈ കുഞ്ഞും, മരണപ്പെട്ട കുഞ്ഞും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഫെലിക്സ് പുളിക്കലാണ് വിവരങ്ങൾ നൽകേണ്ടത്. കണ്ണൂരിലാണ് ഇങ്ങനൊരു ദുഃഖകരമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 4 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് പോയപ്പോഴാണ് കുഞ്ഞിനെ കൊന്നത്. 12 വയസ്സുള്ള പിതൃ സഹോദരൻ്റെ മകളാണ് അത്. ഫെലിക്സ് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെങ്ങനെയാണ് ഈ കുഞ്ഞ് തന്നെയാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് എന്ന്, എന്തുകൊണ്ട് ആ കുഞ്ഞിന് അങ്ങനെ ചെയ്യാൻ തോന്നി, ആ വീട്ടിലെ സാഹചര്യങ്ങൾ എന്തായിരുന്നു, എങ്ങനെയാണ് പോലീസിന് കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലായത്? ദിവേഷ്, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞിനെ ഇവർ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിന് സമീപത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ ആ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്നത് ഈ കുഞ്ഞും, 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും, പിന്നീട് ഈ അച്ഛൻ്റെ ചേട്ടൻ്റെയും അനിയൻ്റെയും 2 പെൺമക്കളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയെ മരിച്ചതിൽ കണ്ടതിന് ശേഷം പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ഇവർക്ക് വളരെ വൈകി ജനിച്ചൊരു കുഞ്ഞാണ് ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞ്. അതുകൊണ്ട് ഈ മാതാപിതാക്കളായിരിക്കില്ല ഇതിന് പിന്നിൽ എന്ന് പോലീസിന് ആദ്യം തന്നെ ഒരു വ്യക്തതയും ധാരണയും ഉണ്ടായിരുന്നു. പിന്നീട് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് ഇതിലൊരു പെൺകുഞ്ഞ്, അത് ആ വീട്ടിലുണ്ടായിരുന്ന 12 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് പോലീസിനൊരു മൊഴി നൽകി. അതായത് താൻ വൈകുന്നേരം ശൗചാലയത്തിൽ പോകുന്ന സമയത്താണ്, വരുന്ന സമയത്താണ് ഈ കുഞ്ഞിനെ കാണാതാവുന്നത് എന്നതാണ് ആ കുഞ്ഞ് നൽകിയ മൊഴി. അതിൽ പോലീസിന് ഏതാണ്ട് കൃത്യമായ വ്യക്തതയുണ്ട്. ഈ കുഞ്ഞ് തന്നെയാകാം പ്രതി എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ഈ 12 വയസ്സുകാരിയായ പെൺകുഞ്ഞിനെ ചോദ്യം ചെയ്ത സമയത്താണ് താൻ തന്നെയാണ് ഇങ്ങനെയൊരു കൃത്യം നടത്തിയത് എന്ന് പോലീസിന് മൊഴി നൽകിയത്. അത് ആ കുഞ്ഞ് തന്നെ കുറ്റം സമ്മതിക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 12 വയസ്സുകാരിയായ കുഞ്ഞെന്ന് പറയുന്നത് ഈ മരിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകളാണ്. ഈ അച്ഛൻ്റെ അനിയൻ നേരത്തെ തന്നെ മരിച്ചിരുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നോക്കിയിരുന്നു, ഈ 12 വയസ്സുകാരിയെ നോക്കിയിരുന്നത് അതായത് ഈ മുത്തു എന്ന് പറയുന്ന ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമാണ് ഈ കുഞ്ഞിനെ നോക്കിയിരുന്നത്. അവരാണ് സ്നേഹവും ലാളനയും ഒക്കെ നൽകി ആ കുഞ്ഞിനെ വളർത്തിയിരുന്നത്. പക്ഷെ പുതിയൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ, 4 മാസം പ്രായമുള്ള കുഞ്ഞ് ജനിച്ച് 4 മാസമായപ്പോൾ ഈ അമ്മയ്ക്കും അച്ഛനും കൂടുതൽ സ്നേഹം ആ കുഞ്ഞിനോടാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരു സങ്കടവും വേദനയും ഒക്കെ ഉണ്ടായതിൻ്റെ ഫലമായാണ് ഈ പറയുന്ന 12 വയസ്സുകാരി കുഞ്ഞ് ഈ കുഞ്ഞിനെ ഇന്നലെ രാത്രി അവർക്കൊപ്പം കിടന്നിരുന്ന കുഞ്ഞിനെ അവിടെ നിന്നും എടുത്തു കൊണ്ടുപോയി കിണറ്റിലിട്ട് കൊന്നത് എന്നതാണ് കുഞ്ഞ് തന്നെ ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്നത്. വളരെ ദാരുണമായ സംഭവമാണ്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട് അപ്പൂൻ്റെ എന്നുള്ള സിനിമയിൽ നമുക്കറിയാം, അതിൻ്റെ അകത്ത് ജയറാമിൻ്റെ മകനായി കാളിദാസ് അഭിനയിക്കുന്നു. കാളിദാസ് ഒരു പുതിയ അനിയത്തി ജനിക്കുമ്പോൾ അനിയത്തിയോടാണ് കൂടുതൽ സ്നേഹം അപ്പനും അമ്മയ്ക്കും എന്ന് കാണുമ്പോൾ അനിയത്തിയെ കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സമാനമായ രീതി വളരെ ദൗർഭാഗ്യകരമായ, വളരെ സങ്കടകരമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നതാണ്. ആ കുഞ്ഞിന് എന്നേക്കാൾ കൂടുതൽ സ്നേഹം മറ്റൊരു കുഞ്ഞിനോടാണ് ആ മാതാപിതാക്കൾക്കുള്ളത് എന്ന് തോന്നിയ സമയത്താണ് ഈ കുഞ്ഞിനെ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി കിണറ്റിലിട്ട് കൊല്ലാൻ തോന്നിയത് എന്നതാണ്. ഇതിലും അത് സംബന്ധിച്ച് കുറ്റം ഈ കുഞ്ഞ് തന്നെ സമ്മതിക്കുകയുണ്ടായി. നേരത്തെ തന്നെ പോലീസിന്, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സാണ്, ആ ക്വാർട്ടേഴ്സിനുള്ളിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഇവർ തമിഴ്നാട് സ്വദേശികളാണ്. ആക്രി ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ തന്നെ പോലീസിന് ആദ്യം ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ തന്നെ സംശയം തോന്നി. ആസാം സ്വദേശികളാണ് കൂടുതലായി ഉണ്ടായിരുന്നത്. അവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തു. പക്ഷെ പിന്നീട് പോലീസിന് വ്യക്തമായി ഇത് കുടുംബത്തിൽ ആരെങ്കിലുമാണ് ഇത് ചെയ്തത് എന്ന വ്യക്തത പോലീസിനുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ അമ്മയ്ക്കും അച്ഛനും, അതായത് ഈ പറയുന്ന 4 മാസം പ്രായമുള്ള കുഞ്ഞ് അവർക്ക് ഏറെക്കാലം കാത്തിരുന്ന് ലഭിച്ച കുഞ്ഞാണ്. അപ്പോൾ അവരായിരിക്കില്ല ഇത് ചെയ്തത് എന്ന് പോലീസിന് ആദ്യം തന്നെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ആ ധാരണയ്ക്ക് ഏറ്റവും ഒടുവിലാണ് ഈ 12 വയസ്സുകാരിയായ ഈ കുഞ്ഞിൻ്റെ ബന്ധു തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അത് സംബന്ധിച്ച സാങ്കേതിക അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ പോലീസ് ലഭിച്ചു. ഒപ്പം തന്നെ കുഞ്ഞിന്റെ മൊഴിയും പോലീസ് ലഭിച്ചു. അങ്ങനെയാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് അന്വേഷണം എത്തിയത്. ഉദ്യോഗസ്ഥർക്ക് പോലും അല്ലാതെ അവരും പതറിപ്പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. പക്ഷേ 12 വയസ്സായ കുഞ്ഞാണിങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്നറിയുക, അത് തിരിച്ചറിയുക, കുഞ്ഞാണ് അല്ലേ, അതിനും ഒട്ടും പിച്ച് വെച്ച് അല്ലെങ്കിൽ മനസ്സ് അത്ര വളർച്ച എത്തിയിട്ടില്ല.
അതിൻ്റെ ഒരു പെട്ടെന്ന് കുട്ടികൾക്ക് തോന്നുന്ന ആ പ്രായത്തിലെ പല കുട്ടികളും പല വീടുകളിലും ഒരുപക്ഷെ അനുഭവിക്കുന്നതാണ്. ഈ ചേച്ചി അനിയത്തിയും അല്ലെങ്കിൽ അനിയനും ചേട്ടനൊക്കെ വരുമ്പോൾ ഇളയാൾക്ക് സ്നേഹം കിട്ടുന്നു, നമുക്ക് സ്നേഹം കിട്ടില്ല എന്നൊരു തോന്നൽ. അത് പലപ്പോഴും അച്ഛനമ്മമാരുടെ വാക്കുകൾ അതിന് കാരണമാകാറുണ്ട്. കാരണം അവനെ കണ്ടുപിടിക്കുക, അവൻ എന്ത് ഉഷാറാണെന്നൊരു വാക്ക് മതി. അല്ലെങ്കിൽ ഇനി ചെറിയ കുട്ടിയുണ്ടല്ലോ, അവനെയാണ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം, നിന്നെ ഇപ്പം ആർക്കും വേണ്ട എന്ന് നമ്മുടെ പുറമേയുള്ള ആളുകൾ പറയുന്ന രീതിയൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അത്തരം പറച്ചിലുകൾ കുഞ്ഞുങ്ങളെ എത്രത്തോളം ബാധിക്കുമെന്നാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് പോലീസിന് ഈ കുഞ്ഞ് തന്നെയാണെന്നും കുഞ്ഞ് വേഗത്തിൽ കുഞ്ഞിന് പറ്റിപ്പോയതാണെന്നുള്ള ഒരു സമ്മതിക്കുകയും ചെയ്തോ ഫെലിക്സ്? ദിവേഷ്, ഇന്നലെ 10 മണിയോട് കൂടി ഈ കുഞ്ഞിനെ കാണാതാവുന്നു. 11:30 കൂടിയാണ് ഈ കുഞ്ഞിനെ ലഭിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അമ്മ വളരെ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോഴാണ് ഈ കുഞ്ഞിനെ കാണാതാവുന്നത്. അതായത് ഇന്നലെ രാത്രി ഈ പറയുന്ന 4 മാസം പ്രായമുള്ള കുഞ്ഞും ഈ പ്രതിയായ 12 വയസ്സുകാരി മറ്റൊരു പെൺകുട്ടിയും ഈ കുഞ്ഞിൻ്റെ അപ്പനും, അതായത് പിതാവും ഒരുമിച്ചാണ് കിടന്നിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് 11 മണിയോടുകൂടി കുഞ്ഞിനെ കാണാതായപ്പോൾ അമ്മയാണ് എണീറ്റ് കുഞ്ഞിനെ കാണുന്നില്ല എന്ന് ഒച്ച വയ്ക്കുന്നു. അങ്ങനെ ഒച്ച വെച്ച സമയത്ത് ബഹളമുണ്ടായി. അങ്ങനെ നാട്ടുകാർ കൂടി വന്നു, അവിടെ താമസിച്ചിരുന്ന മറ്റ് ആളുകൾ കൂടി വന്നു. അങ്ങനെ എല്ലാവരും കൂടെ തിരഞ്ഞ സമയത്താണ് ഈ കുഞ്ഞിനെ 11 മണിയോടുകൂടി തന്നെ ഈ കിണറ്റിനുള്ളിൽ കാണുന്നത്. അങ്ങനെ കണ്ടതിന് ശേഷം ആണ് പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി ഇവരൊക്കെ മൊഴിയെടുക്കുമ്പോഴാണ് ഈ 12 വയസ്സിലെ കുഞ്ഞു പറയുന്നത്, ഞാൻ 9:30 മണിക്ക് എണീറ്റിരുന്നു. 9:30 മണിക്ക് എണീറ്റ്, അതായത് ഒരു 1.5 മണിക്കൂർ മുമ്പ് എണീറ്റിരുന്നു. എണീറ്റതിന് ശേഷം ഞാൻ നേരെ ടോയ്ലറ്റിൽ പോയി. ആ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്ന സമയത്ത് ഈ കുഞ്ഞിനെ കണ്ടില്ല എന്ന മൊഴി പോലീസിന് നൽകുകയാണ് ഈ പറയുന്ന പെൺകുട്ടി. അപ്പോൾ പോലീസിന് സംശയം തോന്നി, ഇത് ഒരു പക്ഷേ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിയാണ് കിടന്നപ്പോൾ ഇത്രയും സമയം എടുത്തിരിക്കാൻ മരിച്ചത്. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞ് പറയുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന സംശയം പോലീസ് തോന്നി. അങ്ങനെയാണ് ഈ 12 വയസ്സുകാരിയെ വിളിച്ചു വരുത്തി പോലീസ് വിശദമായി അന്വേഷിച്ചത്. അപ്പോഴാണ് കുഞ്ഞ് തന്നെ സ്വയം സമ്മതിക്കുകയുണ്ടായി. ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ വളരെ സങ്കടകരമായ, അല്ലെങ്കിൽ അത്രയും, അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഉള്ള ഒന്ന് തന്നെയാണ്. കാരണം ആ കുഞ്ഞിൻ്റെ വിഷമം, തനിക്ക് കിട്ടുന്ന സ്നേഹം, തനിക്ക് കിട്ടുന്ന പരിഗണന, തനിക്ക് കിട്ടുന്ന ലാളന അത് കുറയുന്നു, അത് അനുജത്തിയോടായി മാറുന്നു എന്ന ഒരു വേദനയും സങ്കടവും ഒക്കെ ആണ് ഈ കുഞ്ഞിനെ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന മറുപടി. അതായത് അത് ആ കുഞ്ഞിനോട് തന്നെ ചോദിച്ചപ്പോൾ ആ കുഞ്ഞു തന്നെ അത് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ, അതായത് ഒരു കുഞ്ഞിനെ കാണാതാവുകയും കുഞ്ഞ് മരണപ്പെടുകയും കിണറ്റിനുള്ളിൽ വീണ് കിടക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ ധാരണയുണ്ട്. കാരണം ഒരു ആൾമറയുള്ളൊരു കിണറാണ്, ഏതാണ്ട് 1 മീറ്ററോളം ഉയരമുള്ള ആൾമറയുണ്ട്. അവിടെ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഒരിക്കലും അവിടെ പോകാൻ ഒരു സാധ്യതയുമില്ല. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഡോറ്, ഇതിൻ്റെ വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് പൂട്ടിയ വാതിൽ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഉള്ളിലുള്ള കുഞ്ഞ് പുറത്തേക്ക് പോവുക? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഡോർ തുറന്നിരിക്കാം. ഡോർ തുറന്നിരിക്കുന്ന ആരാണെന്ന ചോദ്യത്തിന് ഈ 12 വയസ്സുകാർ പറയുന്നു, ഞാൻ ഡോർ തുറന്ന് പുറത്താണ് ഈ ശൗചാലയം ഉള്ളത്. അപ്പോൾ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി എന്ന കുഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ ഡോർ തുറന്നത്, വാതിൽ തുറന്ന് ഒരേ ഒരാളാണെന്ന് പോലീസ് കണ്ടെത്തി, അത് ഈ കുഞ്ഞാണെന്ന് കണ്ടെത്തി. അങ്ങനെയാണ് കുഞ്ഞിനെ വിശദമായി ചോദ്യം ചെയ്തത്. അതിൽ തന്നെ ആ കുഞ്ഞ് വളരെ വേഗം തന്നെ, കാരണം 12 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്, ആ കുഞ്ഞ് അപ്പോൾ തന്നെ താനാണ് ഇത് ചെയ്തത് എന്ന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ആ കുഞ്ഞ് തന്നെ വ്യക്തമാക്കുന്നു തനിക്ക് കിട്ടേണ്ട പരിഗണന, അല്ലെങ്കിൽ തനിക്ക് ഇത്രയും കാലം കിട്ടിയിരുന്നു. കാരണം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഈ മരിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അനുജനാണ്. അപ്പോൾ അനുജൻ നേരത്തെ മരിച്ചു പോയിരുന്നു. കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഈ കുഞ്ഞിനെ, അതായത് ഈ 12 വയസ്സുകാരെ നോക്കിയിരുന്നത് ഈ പറയുന്ന മുത്തുവാണ്. അപ്പോൾ അതുകൊണ്ട് തനിക്ക് കിട്ടിയിരുന്ന, കഴിഞ്ഞ 1.5 വർഷമായി തനിക്ക് കിട്ടിയിരുന്ന സ്നേഹം, ലാളനയൊക്കെ കഴിഞ്ഞ ഒരു 4 മാസമായി നഷ്ടപ്പെടുന്നു. അത് ഈ കുഞ്ഞിനായി മാറുന്നു എന്ന് കണ്ടപ്പോഴാണ് ഈ കുട്ടി ഇത്തരമൊരു കൃത്യത്തിലേക്ക് പോയത്. അതാണ് ആ കുട്ടിക്കുണ്ടായ പ്രേരണ എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളം നമ്മൾ സിനിമകളൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ കണ്ടിരിക്കുന്നത്. ഏതായാലും അത് അങ്ങനെ ഒരു സംഭവം, വളരെ ദാരുണമായ സംഭവം കണ്ണൂർ പാപ്പിനിശ്ശേരിയിലാണ് സംഭവിച്ചത് എന്നതാണ്. ഏതായാലും പോലീസ് കുട്ടി ഇപ്പോൾ ഏറെ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ്. നോക്കുക, കുടുംബത്തിന്റെ അവസ്ഥ കൂടി, ഈ 12 വയസ്സുകാരിയെയും ആ ദമ്പതികൾ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയത് തന്നെയാണ്. ആ കുഞ്ഞിന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയതാണ്. അതുകൊണ്ട് ഇവരാണ് ആ കുഞ്ഞിനെ നോക്കിയതും വളർത്തിയതും ഒക്കെ. കുറച്ച് നാളുടെ കാത്തിരിപ്പിന് ശേഷം അവർക്കിടയിൽ ഒരു കുഞ്ഞു വരുന്നു. തന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമെന്ന തോന്നലിലാണ് ആ 12 വയസ്സുകാരി ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത്. ആ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്ന ഒരു വേദന എന്ന് പറയുന്നത് നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്.